നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മലപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിശ്ചയമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്ക് ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നാരകം നട്ടിടമെന്നും പറഞ്ഞിട്ട് ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങനല്ല എന്നോട് ചോദിച്ചിരിക്കുന്നത്. നാരകം നട്ടാൽ നാട് വിടുമോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ് കാരണമെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ പൊതുവായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ ശാസ്ത്രീയതയ്ക്ക് കുറച്ചുമ്പണിയൊക്കെ അതിന് പ്രയോജനാവസ്ഥ ഉണ്ടാകുന്ന ഘട്ടം കൂടാണ്. നമ്മൾ നാരകമെന്ന് പറയുന്ന വൃക്ഷം നമ്മൾ വെച്ചുപിടിപ്പിച്ചാൽ അത് വളർന്നു വരാനായിട്ട്, തന്നെയല്ല നാരകം പിടിച്ചു വരാനും വളരെ കാലതാമസം എടുക്കും, വളർന്നു വരാനും അത് വളരെ കാലതാമസം എടുക്കും, അതിൽ കായ് ഫലങ്ങൾ ഉണ്ടാകാനും വളരെ താമസം എടുക്കും. അപ്പോൾ സത്യത്തിൽ ആചാര്യന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഒരു യുക്തിക്ക് നമുക്ക് നിരക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നാരകത്തിന് ഇത്രയും സമയമെടുത്താണ്. അപ്പം ഞാൻ ചോദിക്കും ബഡ്ഡ അങ്ങനെ അല്ലെങ്കിൽ നാരകം എടുക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതല്ല. നമ്മളിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസങ്ങളെ വിശ്വസിക്കുന്നവർക്ക് നല്ലതും, എന്നാൽ എല്ലാവർക്കും ഇത് ദോഷം ചെയ്യുമെന്നും ഞാൻ പറയുന്നില്ല. നാരകം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദോഷം ചെയ്യണമെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാരകം നട്ടു കഴിഞ്ഞാൽ ഏതായാലും ഒരു ഗ്രഹനാഥനാണ് നടന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനായികയാണ് നടന്നതെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ആരെങ്കിലും ചിലപ്പോൾ ഒരു 45 വയസ്സിലായിരിക്കും നടന്നത്. ചിലപ്പോൾ ഇത് ഫലം തരുന്നത് ചിലപ്പോൾ ഒരു 60 വയസ്സ് 65 വയസ്സിലായിരിക്കും. അപ്പോൾ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഫലശ്രുതികൾ താമസിക്കുക കുടുംബത്തിൽ. അത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാരണമില്ല. ഓരോ ചെടികൾക്കും ഓരോ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോൾ കാട്ടിൽ കയറുകയാണെങ്കിൽ, ആദിവാസികൾ കാട്ടിൽ കയറുകയാണെങ്കിൽ ഒരു മൃഗങ്ങളോ ഒരു പക്ഷികളോ ഒന്നും ചിലകില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള അവിടെ താമസിക്കാത്ത ഒരാൾ അവിടെ ചെന്ന് കയറിയാൽ നമ്മുടെ മണം കൊണ്ടാദ്യം കുയിലിന് മനസ്സിലായി, കുയിലൊന്ന് എന്താ പറയുക പിന്നെ നാദം വിടും. അങ്ങനെയാണ് മറ്റ് ആൾക്കാർ, മറ്റ് ജന്തുക്കളും മൃഗങ്ങളും ഇതറിയുന്നത്. അത് കഴിയുമ്പം പാമ്പ്, അത് കഴിയുമ്പോൾ മറ്റുള്ള അത് ശബ്ദവീചികൾ കൊണ്ട് സിംഹം വരെ ആ കാട്ടിലൊരു ശത്രു കയറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കപ്പെടുമെന്നാണ് പറയുന്നത് അല്ലേ. ഇത് പറഞ്ഞ പോലെ ഈ നാരകത്തിൻ്റെ ഈ കാലതാമസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം. അത് ബഹുഭൂരിപക്ഷം ഒരു 70% സത്യമായിട്ടും എന്നാൽ ഒരു 30% അത് മോശമായിട്ടും വന്നിട്ടുണ്ട്. എല്ലാവരോടും നമുക്ക് അത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചിലെ മുതൽ നട്ടുവെച്ചതോ അല്ലെങ്കിൽ ആ ഗൃഹത്തിലുള്ളതോ ആൾ ഫലം ഉപയോഗിക്കുന്നത് പെട്ടെന്നാകാൻ സാധ്യത കുറവാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. അത് ഞാൻ കുറിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും നാരകത്തിൻ്റെ ഫലത്തെയും ഗുണത്തെയും പറ്റി അറിയാവുന്നതാണ്. നാരകത്തെ എന്തൊക്കെ ഉപയോഗിക്കുക, അത് ആസിഡുമാണത്. എന്നാൽ വളരെ കാലതാമസം എടുത്താണ് ഞാനതും നിങ്ങളോട് പറഞ്ഞു തന്നു. നാരകം നടന്നയാളിൻ്റെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയാറില്ലെന്നുള്ളത് വാസ്തവമാണ്. മിക്കവാറുള്ള ആൾക്കാരെ എടുത്തു, എല്ലാവരുടെയും അല്ലാന്നും ഞാൻ പറഞ്ഞു. വളർച്ചയ്ക്ക് കാലതാമസം നേടുന്നത് കൊണ്ടാണ് നാരകം നട്ടയാൾ നാടുവിടുമെന്ന് പറയുന്നത്. ഫലം ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ പല കാരണങ്ങൾ കൊണ്ട് നാരകം നട്ട വ്യക്തി നാട്ടിൽ നിന്നും അല്ലെ വീട്ടിൽ നിന്നും അല്ലെ ഗൃഹത്തിൽ നിന്നും നാട്ടിൽ ആ ഏരിയയിൽ നിന്ന് മറ്റെവിടെയെങ്കിലും പോയി ചെക്കറുമെന്നാണ് പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം. നമ്മളൊന്നും കണ്ടുപിടിച്ചു പറഞ്ഞതൊന്നുമല്ല, ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞതാണ്. നാളെ കമൻറ്റിൽ വരുമ്പോൾ ചോദിച്ചത് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത് കേട്ട് പഠിച്ചു, ഞാൻ എഴുതി വെച്ചു. പല ഗ്രന്ഥങ്ങളിലും ചുരണ്ടിയെടുത്ത സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പുതുതായിട്ടൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, എനിക്കറിയില്ല കണ്ടുപിടിക്കും. അതിനുള്ള ജ്ഞാനമോ അറിവോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിന് എല്ലാ കാര്യങ്ങളും ശ്രമിക്കുക എന്നേ ഉള്ളൂ. അവരുടെ അനുഭവജ്ഞാനം വെച്ച്, അനുഭവമാണല്ലോ ഗുരു എന്ന് പറയുന്നത്, ആ ഗുരുത്വം വെച്ച് നിങ്ങൾ മനസ്സിലാലോചിക്കുക, ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ ഒന്ന് കാണണ്ടേ, കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേണ്ട നിശ്ചയമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ശ്രീപത്മനാഭൻ്റെ തിരുവാർമുളയപ്പൻ്റെ
കടാക്ഷവും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കാണണം.